പ്രിയപ്പെട്ട എരണമുള്ള ആരോഗ്യമന്ത്രി ദേ അർദ്ധരാത്രി 1:30 ഒരു ചെറുപ്പക്കാരന് കല്ലറ ആശുപത്രിയിൽ നേരിട്ട ദുരനുഭവം ഒന്ന് കേൾക്കൂ. കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ ജില്ലാ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടെ ഡോക്ടർമാരില്ലാത്ത അവസ്ഥ കണ്ടപ്പോൾ ഒരക്ഷരം ഉരിയാടാതെ അവിടെ നിന്ന് ഓടി ഒളിക്കേണ്ടി വന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഇവിടത്തെ കല്ലറ ആശുപത്രിയിൽ അർദ്ധരാത്രി സ്വന്തം കുഞ്ഞു വീണൊന്ന് പരിക്കേറ്റപ്പോൾ അതിനെയും കൊണ്ട് ആശുപത്രിയിൽ ചെന്നപ്പോഴുള്ള അവസ്ഥ ഒന്ന് കേട്ടെ. ഇപ്പം സമയം രാത്രി 1:30 മണി. കൊച്ചിനെയും കൊണ്ട് തറട്ട ഹോസ്പിറ്റൽ കല്ലറ, തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഡോക്ടറില്ലതാ എൻ്റെ കൊച്ചിനെയും കൊണ്ടുവന്നതാണ്. കണ്ട, ഒരു സെക്യൂരിറ്റിയോ ഒരു മനുഷ്യയില്ല. ഇത്രയും വലിയ ആശുപത്രി, 10,000 ജനങ്ങൾ ഡെയിലി വരുന്ന ആശുപത്രിയാണ്. ഈ സർക്കാർ അല്ലെങ്കിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ കണക്കുള്ള പാവങ്ങൾ വേണ്ട ആശ്രയിക്കണ ഒരു ആശുപത്രിയാണ്. കണ്ട, ഒരു മനുഷ്യയില്ല. എൻ്റെ കൊച്ചിനെ കൊണ്ടുവന്നതാണ്. കണ്ടില്ലേ? ആശുപത്രി ഉണ്ടോ? ആശുപത്രിയൊക്കെ ഉണ്ട്, പഴയതുപോലെ പഴയ സ്ഥലത്ത് തന്നെ ഉണ്ട്. പക്ഷേ ആശുപത്രിയിൽ ഡോക്ടർമാരും ഇല്ല, ജീവനക്കാരും ഇല്ല. രാത്രിയായ ചികിത്സയ്ക്ക് ആരും ഇങ്ങോട്ട് വരണ്ട. 24 മണിക്കൂർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആശുപത്രികളൊക്കെയാണ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണെങ്കിൽ വൈകുന്നേരം 7 മണി വരെ ആരോഗ്യ പ്രവർത്തകർ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ മൊത്തത്തിൽ താളം തെറ്റുന്ന അവസ്ഥ. ജോലി ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർമാരെ എല്ലാം അറഞ്ചം പുറഞ്ചം ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ ആൾക്കാരെ കൊണ്ടുവന്നിരുത്തി. ഒരുത്തനും സമയത്ത് പണിയെടുക്കാൻ വരുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. കഴിഞ്ഞ ദിവസവും ഇതേ ആശുപത്രിയിൽ രാത്രി ചികിത്സ തേടി വന്ന ഒരു വ്യക്തിയുടെ ദൃശ്യം പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. അതിന് സമാനമായിട്ട് അടുത്ത സംഭവം. ഈ ദൃശ്യം പുറത്തു വന്നപ്പോഴാണ് തൻ്റെ കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്ന അനുഭവത്തെ സംബന്ധിച്ച് അദ്ദേഹം കുഞ്ഞിനെയുമായി നിർത്തി ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് സർക്കാരിന്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, ആരോഗ്യ മേഖലയെല്ലാം നല്ല സൂപ്പറായി പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് പറയേണ്ടത് മന്ത്രിയല്ല, അതിന്റെ ഗുണം കിട്ടുന്ന ജനങ്ങളാണ്. ജനങ്ങൾ ഇറങ്ങി രാത്രി 1:30 പറയുകയാണ് ആശുപത്രി വന്നപ്പോൾ അവിടെ ഒരു ഈച്ചക്കുഞ്ഞുമില്ല, അടച്ചു പൂട്ടിയിട്ട് പൊടിയും തട്ടി പോയത്രേ. 1000-ഓളം പേർ ആശ്രയിക്കുന്ന ആശുപത്രികളിൽ ഇതാണ് അവസ്ഥയെങ്കിൽ അതും കേവലം 3 മാസം പിന്നിടുമ്പോൾ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന അവസ്ഥ പരമദയനീയമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാര്യം ഏതൊരു സിസ്റ്റത്തെയും തുടക്കത്തിലെ നമ്മൾ ഗംഭീരമായി കൈകാര്യം ചെയ്ത് ജനങ്ങളെ കൊണ്ട് കയ്യടി നേടിപ്പിക്കുന്നതിന് പകരം ജനങ്ങൾ തലയിൽ കൈവച്ച് അയ്യോ ഇതൊക്കെ കയറി വന്നത് ഈ നാടിന് എരണക്കേടായി മാറിയല്ലോ എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ്. എരണം കൂടിയ മന്ത്രി ഭരിക്കുന്ന വകുപ്പുകളിൽ ഇത്രയും എരണക്കേടുകൾ നടക്കുന്നുണ്ടെങ്കിൽ മന്ത്രി സ്വയം ഞാനൊരു എരണമുള്ളവനാണെന്ന് വിചാരിച്ചാൽ നാട്ടുകാർ ആ വിചാരത്തെ എങ്ങനെ കാണുമെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം മന്ത്രി രാവിലെയും വൈകുന്നേരവും ഒക്കെ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നം തീരില്ല. ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നതിൽ കൂടുതൽ ഇടപെടൽ നടത്തേണ്ട സന്ദർഭമാണ്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റി എങ്ങനെയാണ് സിസ്റ്റം ഫ്ലോപ്പ് ആകുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് കല്ലറ ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നത്.